മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ആൽക്കഹോള്, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ആൽക്കഹോള് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഫീനോൾ. ആൽക്കഹോളിനകത്ത് OH എന്നുള്ളൊരു ഹൈഡ്രോക്സിൽ എന്നുള്ളൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈനിൽ നിന്ന് ANE അല്ലെങ്കിൽ ENA സംതിങ് ഹൈഡ്രോ കാർബണായ അലിഫാറ്റിക് കോമ്പൗണ്ടിൽ നിന്നുള്ളൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് കിട്ടുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതേസമയം ഫീനോൾ എന്ന് പറയുന്നത് ആരോമാറ്റിക് കോമ്പൗണ്ടിനകത്ത് OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കാണ്. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കുകയും വരും ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അപ്പോൾ ആരോമാറ്റിക് ആയിട്ട് ലൈക്ക് ബെൻസീൻ, നാഫ്തലിൻ, ആന്ത്രസിൻ അതേപോലെ സ്ട്രക്ചറുള്ള കോമ്പൗണ്ടുകളും പിന്നെ ആരോമാറ്റിക്കിൻ്റെ കണ്ടീഷനൊക്കെ ഉണ്ട്. 4n+2 പൈ ഇലക്ട്രോൺസ് വേണം, ഡീലോക്കലൈസേഷൻ വേണം, പ്ലാനാർ ആയിരിക്കണം, അങ്ങനെയുള്ള മോളിക്യൂൾസാണ് ആരോമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂൾസിനകത്തുള്ള ഒരു ആറ്റത്തിന് എക്സ്പെഷ്യലി ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ഒരു OH ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമ്മളതിനെ കോമൺ ആയിട്ട് ഫീനോൾ എന്ന പേരിലാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഫീനോൾ നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത് AROH എന്നുള്ള രീതിയിലാണ്. ഫോർമുല AR മീൻസ് ആരോമാറ്റിക്, അത് ഫിനൈൽ ഗ്രൂപ്പ് ആകാം, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനൈൽ ഗ്രൂപ്പ് ആകാം, ഓർ അരൈൽ ഗ്രൂപ്പ് ആകാം. ദാറ്റ് ഈസ് മെയിൻലി ഫ്രം പോളിന്യൂക്ലിയർ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ AROH. ആൽക്കഹോൾ ആണെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ROH എന്നുള്ള പേരിലും ക്യാപിറ്റൽ ROH എന്നുള്ള പേരിൽ ആൽക്കഹോളും, ഫീനോൾ ആണെങ്കിൽ AROH എന്നുള്ള പേരിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൽക്കഹോളിൻ്റെ കേസിനകത്ത് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും, അവർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ AR എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി അതിനകത്ത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫീനോൾ എന്ന് പറയുന്നത് ബെൻസീനകത്ത് C6H6 ബെൻസീനകത്തുള്ളൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു OH വരുന്നതിനാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കോമ്പൗണ്ട്. ശരിക്കും അതിൻ്റെ IUPAC നെയിം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സി ബെൻസീനാണ്. ട്രിവിയൽ നെയിമാണ് ഫീനോള്. പക്ഷേ ഈ ട്രിവിയൽ നെയിമും അല്ല ഫീനോൾ IUPAC റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പേര് തന്നെയാണ്. അപ്പോൾ ഫീനോൾ എന്ന് പറഞ്ഞാലും ഹൈഡ്രോക്സി ബെൻസീൻ എന്ന് പറഞ്ഞാലും IUPAC നെയിം തന്നെയാണ്. ഇനി ഇതിനകത്ത് ഫിനോൾ ആകുമ്പോഴേക്കും നമ്മൾ ആ OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാർബൺ ആയിരിക്കും എപ്പോഴും 1 ആയിട്ട് എടുക്കുന്നത്. ബാക്കി 5 കാർബൺ ആറ്റം ഉണ്ട് ബെൻസീനകത്ത്. ബെൻസീനകത്തുള്ള ഒരു കാർബണിനകത്തുള്ള ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് OH ഗ്രൂപ്പ് വന്നേക്കണം. ബാക്കി 5 കാർബണും കൂടി ഉണ്ട് ബെൻസീനകത്ത്. ആ 5 കാർബണിനകത്ത് വേറെ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് വരികയാണെങ്കിൽ നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോൾ എന്ന രീതിയിലാണ് വിളിക്കുന്നത്. അപ്പോൾ OH ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള പൊസിഷൻ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഓർത്തോ പൊസിഷൻ എന്ന് പറയുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ OH ഗ്രൂപ്പിന് നമ്പർ 1, അപ്പോൾ സെക്കൻഡ് കാർബണിന് ഓർത്തോ പൊസിഷനും തേർഡ് കാർബണിന് മെറ്റാ പൊസിഷനും ഫോർത്ത് പൊസിഷനിലുള്ള കാർബണിന് പാരാ പൊസിഷനും ദെൻ ഫിഫ്ത്തിന് നമ്മൾ എഗെയിൻ മെറ്റ, സിക്സ്ത്തിന് നമ്മൾ എഗെയിൻ ഓർത്തോ എന്ന് പറയുന്നു. അപ്പോൾ സെക്കൻഡ് പൊസിഷനും സിക്സ്ത് പൊസിഷനും ഓർത്തോ പൊസിഷനും തേർഡ് പൊസിഷനും ഫിഫ്ത്ത് പൊസിഷനും മെറ്റാ പൊസിഷനെന്നും ഫോർത്ത് പൊസിഷനെ പാരാ പൊസിഷനെന്നും വിളിക്കുന്നു. ഇപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ പ്രയോറിറ്റി നമുക്ക് OH ഗ്രൂപ്പിനാണ്. അപ്പോൾ CH3 ഗ്രൂപ്പ് ഈ ഒരു കേസിനകത്ത് CH3 OH വരുമ്പോഴേക്കും നമ്മളിവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് OHനാണ്, CH3ക്കാണ്. അപ്പോൾ OHയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി CH3യുടെ തൊട്ടടുത്തുള്ള പൊസിഷൻ OH, ഓർത്തോ ഹൈഡ്രോക്സി ഈ CH3 വരുന്ന കാർബൺ ഉള്ള ബെൻസീൻ റിങ്ങിനെ ടൊളുവിൻ എന്നാണ് വിളിക്കുന്നത്. ഓർത്തോ ഹൈഡ്രോക്സി ടൊളുവിൻ. അതിൻ്റെ ഒരു ട്രിവിയൽ നെയിമാണ് ഓർത്തോ ക്രിസോൾ. ഇനി CH3 ഗ്രൂപ്പ് OH ഗ്രൂപ്പായിട്ട് നോക്കുമ്പോൾ മെറ്റാ പൊസിഷൻ ആണെങ്കിൽ മെറ്റാ ക്രിസോൾ, പാരാ പൊസിഷൻ ആണെങ്കിൽ പാരാ ക്രിസോൾ. അപ്പോൾ പാരാ ഹൈഡ്രോക്സി ടൊളുവിൻ, മെറ്റാ ഹൈഡ്രോക്സി ടൊളുവിൻ, ഓർത്തോ ഹൈഡ്രോക്സി ടൊളുവിൻ എന്നൊക്കെ പറയുന്നു. ഇനി അതുപോലെ ഒന്നിൽ കൂടുതൽ OH ഗ്രൂപ്പ് തന്നെയാണെങ്കിൽ ഓർത്തോ പൊസിഷൻ ആണെങ്കിൽ ഡൈ ഹൈഡ്രോക്സി ബെൻസീൻ, ഓൾട്ടർനേറ്റ് പൊസിഷനാണ് മെറ്റാ ഡൈഹൈഡ്രോക്സി ബെൻസീൻ, ഓപ്പോസിറ്റാണ് പാരാ ഡൈഹൈഡ്രോക്സി ബെൻസീൻ. അതിനൊരു ട്രിവിയൽ നെയിമുണ്ട് കാറ്റക്കോൾ, റിസോൾസിനോൾ, ക്വിനോൾ. അതിൽ ഈ പേരുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചില കോമ്പൗണ്ടുകളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് റിയാക്ഷനകത്ത് ഇതിൽ നിന്നൊക്കെ തുടങ്ങുന്നത്. നമുക്ക് ഇനിയിപ്പോൾ വരുന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ റിസോൾസിനോളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. പിന്നെ ട്രൈഹൈഡ്രിക് ഉണ്ട്, ഒന്നിൽ കൂടുതൽ OH ഗ്രൂപ്പ് വരുന്നത്. അതിപ്പോൾ പൊസിഷൻ അനുസരിച്ച് നമ്മൾ 1, 2, 3 ട്രൈഹൈഡ്രോക്സി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു.
ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്ക് ജസ്റ്റ് ഫീനോൾ എന്താണെന്നൊക്കെ അറിഞ്ഞാൽ മതി. ഇനി നോർമലി ഫീനോൾ ലൈക്ക് ഫീനോൾ, ക്രിസോൾ എക്സെട്ര ഇതൊക്കെ സാധാരണ ഈ പെട്രോളിയം പ്രോഡക്റ്റ്സ് ആയ കോൾട്ടാർ ഫ്രാക്ഷനിൽ നിന്നൊക്കെയാണ് നമുക്ക് നോർമലി അത് ഇൻഡസ്ട്രിയിൽ അതിൻ്റെ സോഴ്സ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്. നമ്മൾ പെട്രോളിൽ ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ടാണ്. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ ഫ്രം ക്ലോറോബെൻസീനാണ് നിങ്ങൾക്ക് പറഞ്ഞേക്കണത്. അപ്പോൾ രണ്ട് മെത്തേഡ് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. ഡോ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഡോ എന്ന് പറഞ്ഞൊരു US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അവരാണ് ആദ്യകാലങ്ങളിൽ USA ബേസ്ഡ് കമ്പനി അവരാണ് ആദ്യകാലങ്ങളിൽ കൊമേഴ്ഷ്യലായിട്ട് ക്ലോറോബെൻസിൽ നിന്ന് ഫീനോളിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ എക്കണോമിക്കലി കുറച്ചും കൂടി ഫീവറബിൾ ആയതുകൊണ്ട് ആ പ്രോസസ്സിന് വലിയ ഡിമാൻഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കമ്പനിയുടെ നെയിമിൽ തന്നെയാണ് അത് അറിയുന്നത്, ഡോ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഡോ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറോബെൻസീൻ എന്നാണ്. അപ്പോൾ ക്ലോറോബെൻസീൻ നമുക്ക് ഡയറക്റ്റ് എടുക്കുന്നതിന് വരെ അതിൻ്റെ ചീപ്പ് മെറ്റീരിയൽ ആയിട്ടുള്ള ബെൻസീനിൽ നിന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെൻസീനെ ക്ലോറിനേഷൻ നടത്തുന്നത് ഫീഡർക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയും. ഫീഡർക്രാഫ്റ്റ് ഹാലജിനേഷൻ, ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് ഫെറിക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ക്ലോറോബെൻസീനായിട്ട് റിയാക്ട് ചെയ്യുന്നു. ദിസ് ക്ലോറോബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് അക്വസ് ആൽക്കലി അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അക്വസ് ആൽക്കലിയുടെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചർ 350 to 200 അറ്റ്മോസ്ഫിയറിൽ റിയാക്ട് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ Cl റീപ്ലേസ് ചെയ്തിട്ട് ഇവിടുത്തെ NaONA സോഡിയം ഫീനോക്സൈഡായിട്ട് മാറുന്നു. ഈ സോഡിയം ഫീനോക്സൈഡ് വാട്ടർ സോല്യൂബിൾ ആയിരിക്കും. അതിന് നമ്മൾ അസിഡിഫൈ ചെയ്യണം, ഡൈലൂട്ട് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴേക്ക് ഈ ONA ഭാഗത്തുള്ള Na റീപ്ലേസ് ചെയ്തിട്ട് ഈ അസിഡിക് മീഡിയത്തിനകത്തുള്ള HCl-നകത്തുള്ള H+ കയറി ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അത് OH ആയിട്ട് മാറുന്നു. അപ്പോൾ ഫീനോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം ക്ലോറോബെൻസീൻ എന്നാണ്. പക്ഷേ ക്ലോറോബെൻസീൻ എന്നാണെങ്കിൽ ക്ലോറോബെൻസീനെ പ്രിപ്പയർ ചെയ്യുന്നത് ബെൻസീനിൽ നിന്ന് തന്നെയാണ്. ഇതാണ് ഡോ പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല, റാസ്ചിക് പ്രോസസ്സ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ എനിക്ക് എക്സാക്റ്റ് അറിയില്ല. ഈ പ്രോസസ്സിനകത്ത് ക്ലോറോബെൻസീനിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെയും ക്ലോറോബെൻസീനകത്തുള്ള ക്ലോറിൻ എടുക്കുന്നത് ബെൻസീനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാൻ, ഒബ്റ്റെയിൻഡ് ബൈ ദി ഇൻട്രാക്ഷൻ ഓഫ് ബെൻസീൻ ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് എയർ അറ്റ് 250 degree Celsius in the presence of mixture of cupric chloride and ferric chloride as a catalyst. അപ്പോൾ ആദ്യമേ ബെൻസീനും ഹൈഡ്രജൻ ക്ലോറൈഡും ഓക്സിജൻ അല്ലെങ്കിൽ എയറായിട്ട് കുപ്രിക് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലായിട്ട് 250 degree Celsius ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും ബെൻസീൻ എന്തായിട്ട് മാറുന്നു, ക്ലോറോ ബെൻസീനായിട്ട് മാറുന്നു. ഇതിനെന്ത് ചെയ്യുന്നു, ട്രീറ്റ് വിത്ത് water means steam at a 425 degree. It is high catalyst and the product is hydrolyzed by superheated steam at a 425 degree Celsius. നമുക്ക് ഇവിടെ കിട്ടുന്ന ക്ലോറോബെൻസീനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നു സ്റ്റീം അറ്റ് 425 degree Celsius ട്രീറ്റ് ചെയ്യുമ്പോൾ Cl റീപ്ലേസ് ചെയ്തിട്ട് OH ആയിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്കൊരു ബൈ പ്രോഡക്റ്റായിട്ട് HCl ഉണ്ടാകുന്നു. ഈ HCl എന്ത് ചെയ്യുന്നു, നമുക്ക് ബെൻസീനെ ക്ലോറോബെൻസീനായിട്ടുള്ള പ്രോസസ്സിനകത്ത് ഈ HCl നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സസ് ആയിട്ട് റിയേജൻസുകൾ കൊടുക്കണമെങ്കിൽ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, കാരണം HCl ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യേണ്ട കാര്യം എന്തുള്ള ബെൻസീനും എയറാണ്. എയർ ചീപ്പാണ്, ബെൻസീൻ മാത്രം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് HCl ജനറേറ്റ് ചെയ്യുന്ന HCl നമുക്കിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതാണ് നമുക്ക് രണ്ട് ഹാലജോ കോമ്പൗണ്ടിൽ നിന്നുള്ള രണ്ട് പ്രിപ്പറേഷൻസുകൾ. അതിൽ ഡോ പ്രോസസ്സൊക്കെ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് മെയിനായിട്ട് പോകേണ്ടത് അതിൻ്റെ അസിഡിറ്റിയാണ്. ഇവിടെയും നമുക്ക് പല രീതിയിലുള്ള കമ്പാരിസൺ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് അസിഡിറ്റി ഓഫ് ഫീനോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആൽക്കഹോളിൻ്റെ അസിഡിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആൽക്കഹോൾ ലെസ് അസിഡിക് ആകാൻ കാരണം ആൽക്കഹോളിനകത്തുള്ള OH-നകത്തുള്ള H-നെ H+ ആയിട്ട് റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ ആൽക്കഹോൾ ഗ്രൂപ്പിനകത്തുള്ള R ഗ്രൂപ്പ് +I ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇലക്ട്രോണിന് അങ്ങോട്ട് കൊടുക്കണ കാരണം OH-നകത്തുള്ള H-ന് എളുപ്പത്തിൽ H+ ആയിട്ട് പോകാനുള്ള ടെൻഡൻസി കുറവാണ്. അതുകൊണ്ട് അതിൻ്റെ അസിഡിക് ക്യാരക്ടർ വീക്കാണ്, എങ്കിലും അത് അസിഡിക് ക്യാരക്ടർ തരുന്നു. അതിന് കെമിക്കൽ റിയാക്ഷനാണ്. ദ റിയാക്ട് വിത്ത് മെറ്റൽ ലൈക്ക് സോഡിയം അങ്ങനെയായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴേക്കും മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആൽക്കോക്സൈഡ് അയോൺ തരുന്നു എന്ന് പറയണം. ഇവിടെയും അതുപോലെ തന്നെ ഫീനോളും അസിഡിക്കാണ്, ബട്ട് ഇറ്റ് ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. ആസിഡിനേക്കാളും മോർ അസിഡിക്കാണ്. അപ്പോൾ അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് ദ റിയാക്ട് വിത്ത് മെറ്റൽ, ആൽക്കലി,
ഇതൊക്കെയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആൽക്കഹോളിൻ്റെ കേസിനകത്ത് ആൽക്കോക്സൈഡ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഫീനോളിൻ്റെ കേസിനകത്ത് ഫീനോക്സൈഡ് ഉണ്ടാവുന്നു, ഫീനോക്സൈഡ്. അപ്പോൾ അതിൻ്റെ ഒരു എക്വേഷൻസ് കാണിച്ചു തരാം. ഫീനോള് റിയാക്ട് വിത്ത് മെറ്റലിലേക്ക് സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടുന്ന് നല്ല എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു സോഡിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സോഡിയം ഫീനോക്സൈഡായിട്ട് മാറി. ഈ സോഡിയം ഫീനോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈലി അയണിക് സ്പീഷീസ് ആണ്. അപ്പോൾ അത് നമുക്ക് സോലിബിളായിട്ടായിരിക്കും ലയിപ്പിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഫീനോൾ, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യണമെങ്കിലും എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് എൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ARON. അപ്പോൾ മെറ്റലായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബൈ പ്രോഡക്റ്റ് ഹൈഡ്രജനും, അതേസമയം ആൽക്കലായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ബൈ പ്രോഡക്റ്റ് വാട്ടറും ആയിരിക്കും. അതിന് വേറൊരു എക്സാമ്പിൾ കൊടുത്താണ് ഫീനോൾ എടുക്കുന്നത്. ജനറൽ റെപ്രസെൻറ്റേഷൻ ഫീനോൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്ന സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാകുന്നു, ഫീനോൾ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുന്ന സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫീനോള് ആൽക്കഹോളിനേക്കാളും മോർ അസിഡിക് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആൽക്കഹോളിനേക്കാളും പവർഫുള്ളാണ്. ബട്ട് അസിഡിക് ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് ലെസ് റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ് ഓർ കാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റും കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. സോഡിയം ബൈകാർബണേറ്റും കാർബണേറ്റൊക്കെ മെയിൻലി ഹൈലി അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ലൈക്ക് ആസിഡുകളുടെ ഇതിനകത്താണ് റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, സോഡിയം ബൈകാർബണേറ്റോ അല്ലെങ്കിൽ കാർബണേറ്റായിട്ടൊക്കെ റിയാക്ട് ചെയ്യണമെങ്കിൽ ആസിഡ് അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫീനോൾ അത്ര റിയാക്ഷൻ തരുന്നില്ല. ആൽക്കഹോൾ ആണെങ്കിൽ ഒട്ടും സോഡിയം ബൈകാർബണേറ്റോ സോഡിയം കാർബണേറ്റോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഫീനോൾ ആണെങ്കിൽ മെറ്റലും ആൽക്കലിയായിട്ട് റിയാക്ട് ചെയ്യുന്നു, ആസിഡ് ആണെങ്കിൽ മെറ്റൽ, ആൽക്കലി ആൻഡ് ബൈകാർബണേറ്റ് ഓർ കാർബണേറ്റ്. ഇനി നമ്മൾ ആസിഡിൻ്റെയൊക്കെ സ്ട്രെങ്ത്ത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 യൂണിറ്റുകൾ പറഞ്ഞു. ഒന്ന് KA ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് KA പറഞ്ഞു, അല്ലെങ്കിൽ pKa വാല്യൂ വെച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് പഠിച്ചപ്പോഴേക്കും ആസിഡിൻ്റെ സ്ട്രെങ്ത്ത് ഒക്കെ പറയുന്ന സമയത്ത് നമ്മളൊരു pKa വാല്യൂ ഒക്കെ യൂസ് ചെയ്തു. അപ്പോൾ KA വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കൂടുന്നതനുസരിച്ച് ആസിഡ് ക്യാരക്ടർ കൂടുന്നു. അതേപോലെ pKa വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് ലോഗരിതമാണ്, നെഗറ്റീവ് ലോഗ് ഓഫ് KA ആണ്. അപ്പോൾ അത് pKa വാല്യൂ കുറയുന്നതനുസരിച്ച് ആസിഡ് വാല്യൂ കൂടുന്നു. അപ്പോൾ നമുക്ക് ആൽക്കഹോള്, ആസിഡ്, ഫീനോൾ ഇത് മൂന്നും എടുക്കണമെങ്കിൽ അതിനകത്ത് നമ്മൾ ആൽക്കഹോളിൻ്റെ KA വാല്യൂ എന്ന് പറഞ്ഞാൽ 10⁻⁻16 10⁻⁻16. ഫീനോളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10⁻10. അതേസമയം ആസിഡിൻ്റെ വാല്യൂ ആണ് 10⁻5. ഈ 3 വാല്യൂ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ആൽക്കഹോളാണെങ്കിൽ 10⁻16 KA വാല്യൂ ആണ് പറയുന്നത്. ഫീനോളാണ് 10⁻10. ആസിഡ് ആണെങ്കിൽ 10⁻5. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ അതായത് 10⁻5 ആണ്. അപ്പോൾ മൈനസ് വാല്യൂ ആയതുകൊണ്ട് ഇതിനായിരിക്കും കൂടുതൽ 10⁻5, ദെൻ 10⁻10, ദെൻ 10⁻60. അപ്പോൾ ആസിഡ്, ഫീനോള്, ആൽക്കഹോൾ അതായിരിക്കും മൂന്നും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സിലബസിലില്ല, പക്ഷേ എന്നാലും നിങ്ങൾ ആസിഡും പഠിക്കുന്നുണ്ട്, ആൽക്കഹോളും പഠിക്കുന്നുണ്ട്, ഫീനോളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ക്ലബ് ചെയ്ത് ചോദിക്കാം വിച്ച് ഈസ് മോർ അസിഡിക് എന്ന് പറഞ്ഞൊക്കെ ചോദിക്കാം, ഫീനോൾ, ആസിഡ്, ആൽക്കഹോൾ. അപ്പോൾ ഇവിടെ നമുക്ക് മോർ അസിഡിക് കാർബോക്സിലിക് ആസിഡാണ്, ദെൻ ഫീനോള്, പിന്നെ ആൽക്കഹോൾ. ഇനി അങ്ങനെ ഫീനോളിൻ്റെ അസിഡിക് ക്യാരക്ടർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫീനോൾ ആസിഡാണെന്ന് പറഞ്ഞ് എങ്ങനെ അസിഡിക് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കെമിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഫീനോളിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്, വീഡിയോയിൽ നോക്കാം. ഫീനോളിൻ്റെ സ്ട്രക്ചർ കാണുന്നുണ്ട്. ഫീനോളിനകത്ത് ഓക്സിജനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ബെൻസിൻ റിംഗ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്ന ലോൺ പെയർ റെസൊണൻസ് നടക്കുന്നു. അപ്പോൾ നമ്മൾ റെസൊണൻസ് ഇഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. OH ഗ്രൂപ്പ് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പം +R ഗ്രൂപ്പാണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, OH ഗ്രൂപ്പിനകത്തുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ റിങ്ങിനകത്തേക്ക് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റിങ്ങിനകത്തുള്ള ഒരു പൈ ഇലക്ട്രോൺസ് ഒരു കാർബണിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ കാർബണിന് നെഗറ്റീവ് ചാർജും ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജും കിട്ടുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഓക്സിജൻ കാർബൺ ഡബിൾ ബോണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിയിട്ടുണ്ട്, 2 കുത്തും ഒരു മൈനസ് ഇടാറുണ്ട്. വെറും കുത്ത് മാത്രമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇത് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിന് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഹെട്രോലിറ്റിക് ഫിഷനൊക്കെ ഭാഗമായിട്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ റെസൊണൻസിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഒന്നിൽ 2 കുത്തും മൈനസ് ഇടുക, അല്ലെങ്കിൽ മൈനസിന് ഒരു സർക്കിളിനകത്ത് ഇടുക, എങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നെഗറ്റീവ് ചാർജ് ഒന്ന് തൊട്ടടുത്തുള്ള പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അത് ഡീലോക്കലൈസേഷൻ ഈ പൈ ചാർജ് ഇങ്ങോട്ട് വരുന്നു, ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഈ കാർബണിൻ്റെ നെഗറ്റീവ് ചാർജ് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അടുത്തതിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഓക്സിജൻ ആദ്യം ലോൺ പെയർ ഇലക്ട്രോൺസ് ആയിരുന്നു. ആ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഓക്സിജൻ ഡബിൾ ബോണ്ട് വിത്ത് കാർബൺ കൊണ്ട് ഒരു പോസിറ്റീവ് ചാർജ്. ആ സ്ട്രക്ചറിന് ചേഞ്ച് ഉണ്ടാവില്ല, ഇങ്ങനെ വരെ വരുന്നു.
ഫൈനലി ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ഡബിൾ ബോണ്ട് വീണ്ടും ഓക്സിജനകത്തേക്ക് പോകുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ട്രക്ചർ തന്നെ വരുന്നു. അപ്പോൾ ഫീനോളിൻ്റെ റെസൊനേറ്റീവ് സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഫീനോൾ എന്ത് സംഭവിക്കുന്നു? ഫീനോൾ എന്ത് ചെയ്യുന്നു? അതിനകത്തുള്ള ഒരു ഹൈഡ്രജനെ H+ ആയിട്ട് കളയുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? ഫീനോക്സൈഡ് അയോണായിട്ട് മാറും, O- ആയിട്ട് മാറും. ആ O- ഫീനോളിൻ്റെ ഫീനോക്സൈഡ് അയോണിൻ്റെ O-. അപ്പോൾ ഇത് രണ്ടും ഓൾറെഡി ഓക്സിജനകത്തുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ്. അതുകൂടാതെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ആ ഹൈഡ്രജൻ അതിൻ്റെ ഇലക്ട്രോൺ അവിടെ ഇട്ടിട്ട് H+ ആയിട്ട് പോയി. അപ്പോൾ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ട്. ആ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? വീണ്ടും നേരത്തെ കിട്ടിയ പോലെ റിങ്ങിനകത്തേക്ക് റെസൊണൻസ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഇലക്ട്രോൺ കൂടെ ഷിഫ്റ്റ് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജ്. ഇപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് O, രണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ. ഇതിന് ആ നെഗറ്റീവ് ചാർജ് ഓരോ സ്ട്രക്ചറിനകത്തേക്ക് ഓരോ പൊസിഷനകത്തേക്ക് മാറുന്നു. അപ്പോൾ ഇത് ഓർത്തോ പൊസിഷനിലൊന്ന്, ദെൻ അടുത്ത പാരാ പൊസിഷനിലൊന്ന്, ദെൻ അഗെയിൻ ഓർത്തോ പൊസിഷനിലൊന്ന്, ദെൻ തിരിച്ചു പോയി പഴയ പോലെ O- ആയിട്ട് മാറി. ഇപ്പോൾ ഈ രണ്ട് സ്ട്രക്ചർ ഒന്നും കൂടി നോക്കുക. ആദ്യത്തേനകത്ത് ഓക്സിജനകത്തുണ്ടായ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വന്നത് ഫീനോളിനകത്ത്. എന്നിട്ട് ഡീലോക്കലൈസേഷന് ഭാഗമായിട്ട് ഓക്സിജനകത്തൊരു പോസിറ്റീവ് ചാർജും ബെൻസിൻ റിങ്ങിനകത്തൊരു നെഗറ്റീവ് ചാർജും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പോസിറ്റീവ് ചാർജ് അവിടെ തന്നെ നിൽക്കണേന്. അതേസമയം ഫീനോള് അതിനകത്തുള്ള Hനെ കളഞ്ഞിട്ട് ഫീനോക്സൈഡ് അയോണായിട്ട് നിൽക്കുന്നു. ഫീനോക്സൈഡ് അയോണിനകത്ത് നിൽക്കുന്ന ആ ആനിയോണാണ് ബെൻസിൻ റിങ്ങായിട്ട് ഡീലോക്കലൈസേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്ന ചാർജ് ഇല്ല, പക്ഷേ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫീനോക്സൈഡ് അയണും രണ്ടിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറാണ് നമ്മൾ വരച്ചത്. ഇതിനകത്ത് ഫീനോക്സൈഡ് അയണിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറാണ് മോർ സ്റ്റെബിലൈസ്ഡ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫീനോളിൻ്റെ കേസിനകത്ത് ഒരു ഓപ്പോസിറ്റ് ചാർജുകൾ, അൺലൈക്ക് ചാർജുകളാണ് വരുന്നത്. ഒരു പോസിറ്റീവ് ചാർജുണ്ട്, നെഗറ്റീവ് ചാർജുണ്ട്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പോസിറ്റീവ് ചാർജ് ഓൾറെഡി ആ റിങ്ങിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഓക്സിജനകത്ത് ഉണ്ട്. അതേസമയം ഫീനോക്സൈഡ് അയോണിനകത്ത് എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് ചാർജ് മാത്രമുള്ള ആ നെഗറ്റീവ് ചാർജിൻ്റെ ഡിസ്പേഴ്സലാണ്. അവിടെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യാനായിട്ടുള്ള പോസിറ്റീവ് ചാർജൊന്നും ഓക്സിജനകത്ത് ഇല്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഫീനോളിനേക്കാളും കൂടുതൽ മോർ റെസൊണൻസ് സ്റ്റെബിലൈസറാണ് ഫീനോക്സൈഡ് അയോൺ. നമ്മൾ ആ സ്ട്രക്ചറിനകത്ത് കണ്ടു. ഫീനോളിൻ്റെ കേസിനകത്ത് ഒരു പോസിറ്റീവ് ചാർജ് ഓക്സിജനകത്തുണ്ട്, അതുകൂടാതെ നെഗറ്റീവ് ചാർജ് റിങ്ങിനകത്ത് ഡീലോക്കലൈസ് ചെയ്യുന്നുണ്ട്. ഫീനോക്സൈഡ് അയണിനകത്ത് നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ചാർജ് ഇല്ല. അപ്പോൾ ഫീനോക്സൈഡ് അയണാണ് മോർ റെസൊണൻസ് സ്റ്റെബിലൈസർ. അപ്പോൾ ഫീനോളിനൊരു ടെൻഡൻസി ഉണ്ട്. എന്താണ് ടെൻഡൻസി? അതിൻ്റെ Hനെ H+ ആയിട്ട് കളഞ്ഞിട്ട് ഫീനോക്സൈഡ് അയൺ ആയിട്ട് മാറും. എന്തുകൊണ്ടാണ്? ഫീനോക്സൈഡ് അയൺ ഫീനോളിനേക്കാളും മോർ റെസൊണൻസിൽ സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് ഫീനോളിൻ്റെ അസിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുക. ഒരേ ക്ലാസ്സിൽ ഒരുപാട് പഠിക്കേണ്ട ഇതിൻ്റെ ഫീനോളിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ അതിൻ്റെ അസിഡിറ്റിയെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.